ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്നത്തെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഏറ്റവും വലിയ സന്തോഷം ഉദ്ധിതനായ യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാന തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ്. ഉദ്ധിതനായ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ കുടുംബങ്ങളെ ഇന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുമക്കളെ ഉദ്ധിതനായ ക്രിസ്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ കുടുംബങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വിടുതലും ആരോഗ്യവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഈസ്റ്റർ ദിനത്തിൽ യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് സാധൂർ സുന്ദർ സിംഗ് എന്ന പഞ്ചാബിലെ ഒരു മിഷണറിയെക്കുറിച്ചാണ്. ഈ സാധു സുന്ദർ സിംഗ് പണ്ട് വെറും സുന്ദർ സിംഗ് ആയിരുന്നു. അന്ന് ക്രിസ്ത്യാനികളുടെ ശത്രുവായിരുന്നു. പരമാവധി തനിക്ക് പറ്റുന്ന രീതിയിൽ ക്രിസ്ത്യൻ മിഷണറിമാരെ പീഡിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹോബി. അദ്ദേഹം ക്രിസ്ത്യൻ പ്രേക്ഷിതരുടെ കൈകളിൽ നിന്ന് ബൈബിള് പിടിച്ചു വാങ്ങി കത്തിച്ച് വലിച്ചെറിയുകയും ക്രിസ്ത്യൻ മിഷണറിമാരെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം സുന്ദർ സിംഗ് വളരെ അസ്വസ്ഥനായിരുന്നു. അന്നിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ഒരു ദൈവമുണ്ടെങ്കിൽ, സത്യമായിട്ടും ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടട്ടെ. ഒരു ദൈവമുണ്ടെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടട്ടെ. ഒരു ദൈവമുണ്ടെങ്കിൽ എൻ്റെ രോഗങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കട്ടെ. ഒരു രോഗമുണ്ടെങ്കിൽ എൻ്റെ ആകുലതകളും അസമാധാനങ്ങളിലെല്ലാം അവിടുന്ന് ഇടപെട്ടുകൊണ്ട് എനിക്ക് സമാധാനവും സന്തോഷവും തരട്ടെ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് സുന്ദർ സിംഗ് ഉറങ്ങാൻ കിടന്നത്. ഏകദേശം വെളുപ്പാൻ കാലമായപ്പോൾ സുന്ദർ സിംഗിന് പോലും വിശ്വസിക്കാനാവാത്ത വിധം തൻ്റെ റൂമിൽ വലിയ ഒരു പ്രകാശം വന്ന് നിറയുകയാണ്. അവിടെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ സുന്ദർ സിംഗ് തൻ്റെ റൂമിൽ കാണുകയാണ്. ക്രിസ്തു പ്രഭ തൂകി മുറിയിലാകെ പ്രകാശം പരക്കുകയാണ്. സുന്ദർ സിംഗ് തന്നെ എഴുതിയിരിക്കുകയാണ്: ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ റൂമിൽ തീ പിടിച്ചതാണോ എന്നാണ് ഞാൻ കരുതിയത്. അല്ല എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഉടൻ തന്നെ ഉദ്ധിതനായി എൻ്റെ റൂമിലുള്ള ക്രിസ്തുവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണു പറഞ്ഞു: ഈശോയെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ആ സമയത്ത് സുന്ദർ സിംഗിനോട് ഈശോ പറഞ്ഞു: നീ സത്യമറിയാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അത് അനുകരിക്കുവാനും നിന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും നീ പരിശ്രമിക്കുന്നില്ല. നീ ദൈവത്തെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ ദൈവത്തെ അനുഭവിക്കാനായിട്ട് നിന്റെ മനസ്സ് തുറക്കപ്പെട്ടിരുന്നില്ല. ആ നിമിഷം സുന്ദർ സിംഗ് തീരുമാനമെടുക്കുകയാണ്: ഇനിയുള്ള എൻ്റെ ആയുസ്സും എൻ്റെ ജീവിതവും ഉദ്ധിതനായ ക്രിസ്തു എനിക്ക് വലിയൊരു അനുഭവം തന്ന ആ ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ഹോമിക്കും. അന്നു മുതലാണ് സുന്ദർ സിംഗ് സാധു സുന്ദർ സിംഗ് എന്ന പേരിൽ അറിയപ്പെടുവാനും പഞ്ചാബ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രേക്ഷിതനായി ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറിയതും ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഉദ്ധിതനായ ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടിയ ഒരു അനുഭവത്തിലൂടെയാണ് മഹാനായ ഒരു പ്രേക്ഷിതൻ ക്രിസ്തുവിന് ഒരു വലിയ സാക്ഷി നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ ആവിർഭവിച്ചത്.
ഈ ഉയർപ്പ് ദിനത്തിൽ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കുഞ്ഞുനാളിൽ എൻ്റെ അപ്പച്ചൻ പഠിപ്പിച്ച വളരെ ലളിതമായ ദൈവശാസ്ത്രമാണ്. അവ മറ്റൊന്നുമല്ല, കർത്താവായ ഈശോ നമുക്ക് വേണ്ടി ജനിച്ചു, കർത്താവായ ഈശോ നമുക്ക് വേണ്ടി മരിച്ചു, കർത്താവായ ഈശോ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുവെന്ന വളരെ ലളിതമായ ഭാഷയിലുള്ള ദൈവശാസ്ത്രമാണ് കുഞ്ഞുനാൾ മുതൽ ഉയർപ്പ് തിരുനാൾ ദിവസങ്ങളിൽ മനസ്സിൽ പതിഞ്ഞിരുന്നത്. എന്നാൽ വളർന്നപ്പോൾ മനസ്സിലായി, ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും ക്രിസ്തുവിൻ്റെ മരണവും ക്രിസ്തുവിൻ്റെ ഉയർപ്പും അത്ര ലളിതമായ ഒന്നല്ലെന്നും അത് അതിസ്വാഭാവികമായ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നും അത് അസാധാരണമായ ദൈവത്തിൻ്റെ ഇടപെടലാണെന്നും മാനവകുലത്തെ രക്ഷിക്കാൻ ദൈവത്തിൻ്റെ പുത്രൻ മണ്ണിൽ അവതരിച്ചതിൻ്റെയും മരിച്ചതിൻ്റെയും ഉയർത്തെഴുന്നേറ്റതിൻ്റെയും ദൈവശാസ്ത്രം ശക്തനായ ദൈവം മാനവകുലത്തിന് വേണ്ടി ചെയ്ത അത്ഭുതമാണെന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് എന്നെ നയിക്കുകയുണ്ടായി. അതായത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ജ്ഞാനത്തിനും നമ്മുടെ അറിവിനും വിശദീകരിക്കാനാവുന്നതിനപ്പുറമുള്ള ഒരു വലിയ ദൈവശാസ്ത്രമാണ് ഉയർപ്പിൻ്റെ അനുഭവം. അതുകൊണ്ടാണ് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ ഉയർപ്പിനെ കുറിച്ച് പറയുന്നത് ഇതൊരു ചരിത്രാതീത സംഭവമാണ്, ട്രാൻസ് ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ്. അതായത് ചരിത്രത്തിനും അപ്പുറം ചരിത്രത്തിലുള്ളൊരു സംഭവം. ചരിത്രത്തിൻ്റെ അളവുകോലുകൾ കൊണ്ട് പോലും അളക്കാൻ പറ്റാത്ത, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ് നമ്മുടെ മിശിഹ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന ദൈവശാസ്ത്രം. ഉയർപ്പിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ പുനരുദ്ധാനത്തെക്കുറിച്ച് ആഴമായ ഒരു പഠനം നമുക്ക് നൽകുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയെ കാണിച്ചു തരുന്നു. പ്രത്യേകിച്ച് മരണത്തെ തോൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെയാണ് പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ദൈവത്തിന് നൽകിയിരിക്കുന്ന പേര് ജീവിക്കുന്നവരുടെ ദൈവമെന്നാണ്. അങ്ങനെ പഴയ നിയമ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം അബ്രഹാമിൻ്റെ ദൈവം, ദൈവം ഇസഹാക്കിൻ്റെ ദൈവം, ദൈവം യാക്കോബിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ ജീവനുള്ളവരുടെ ജീവിക്കുന്നവരുടെ ദൈവമെന്നാണ് അതിൻ്റെ രത്നചുരുക്കം. ഏശയ്യാ 25:8 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, അവിടുന്ന് മരണത്തെ എന്നേക്കുമായി വിഴുങ്ങിക്കളയും, സകലരുടെയും കണ്ണുനീർ തുടച്ചു മാറ്റും. അപ്പൊ ശക്തനായ ദൈവം ഈ ലോകത്തിൽ നിഴൽ വീണിരിക്കുന്ന ആദം മുഖേന ഈ ലോകത്ത് വന്ന പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടുള്ള മരണത്തെ പൂർണ്ണമായിട്ട് നിർമാർജനം ചെയ്യുവാൻ, അങ്ങനെ ഈ ലോകത്തിൻ്റെ കണ്ണുനീര് തുടച്ചു മാറ്റാൻ കഴിയുന്ന ദൈവത്തെയാണ് പഴയ നിയമത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. മരണത്തെ കീഴടക്കാൻ മാത്രമല്ല, ജീവൻ കൊടുക്കാൻ കഴിയുന്ന, ജീവൻ നൽകാൻ കഴിയുന്ന ദൈവത്തെയാണ് പഴയ നിയമം നമ്മെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ പുതിയ നിയമത്തിൻ്റെയും ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെയും കാതൽ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. അവിടുന്ന് മരണത്തെ തോൽപ്പിച്ചു ഉയർത്തെഴുന്നേറ്റുവെന്ന ആ വിശ്വാസത്താലാണ്
കത്തോലിക്ക സഭയും പഴയ നിയമശാസ്ത്രവും പണിതുയർത്തപ്പെട്ടിരിക്കുന്നത്. യേശു ഉദ്ധാനം ചെയ്യുന്നത് ആരും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അത് ആദിമ ക്രൈസ്തവ സഭയുടെ ആഴമേറിയ വിശ്വാസമാണ്, വിശ്വാസ അനുഭവമാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്താലാണ് അനേകം പേര് തങ്ങളുടെ ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായത്. ക്രിസ്തു തങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ ലോകത്ത് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ മരണത്തിൻ്റെ മുൻപിൽ ചങ്കും വിരിച്ചു പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ മരണത്തെ പുൽകിയത്. അനേകായിരം ധീര രക്തസാക്ഷികളുടെ അടിയുറച്ച വിശ്വാസമാണ് കർത്താവ് യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുവെന്ന്. അതായത് ജീവശാസ്ത്രപരമായ ജീവനെ അതിശയിപ്പിക്കുന്ന ജീവനെയാണ് ഉദ്ധാനത്തിലൂടെ ലഭിക്കുന്നത്. ജീവശാസ്ത്രത്തിലൂടെ ലഭിക്കുന്ന ജീവനേക്കാൾ അപ്പുറം തെളിച്ചമുള്ള, രൂപാന്തരീകരണമുള്ള, നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ ബുദ്ധിക്കും വിശദീകരിക്കാനാവാത്ത അപ്പുറമുള്ള തെളിച്ചമുള്ള ഒരു ജീവനെ, അന്ധകാരമില്ലാത്ത, പാപമില്ലാത്ത, അസ്വസ്ഥതകളില്ലാത്ത, തിന്മകളുടെ സ്വാധീനങ്ങളില്ലാത്ത ഒരു ജീവനെയാണ് ഉദ്ധിതനായ ക്രിസ്തു ഈ ലോകത്തിന് പ്രദാനം ചെയ്യുന്നത്. ഈ ഒരു ഉയർപ്പിൻ്റെ ദൈവശാസ്ത്രം ആദിമ ക്രൈസ്തവ സഭയ്ക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്. തൻ്റെ മരണത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും പലതവണ മുൻകൂട്ടി തൻ്റെ ശിഷ്യന്മാരെ ഈശോ പഠിപ്പിച്ചിരുന്നെങ്കിലും ഇതിൻ്റെ ഉൾക്കാമ്പ്, ഇതിനുള്ളിലെ ദൈവശാസ്ത്രം, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ തന്നോടൊപ്പം ജീവിച്ചിരുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതി നിരാശയുടെ പടുകുഴിയിലേക്ക് ശിഷ്യന്മാർ വീണുപോയത്. അവർ മരണത്തിൻ്റെ മുൻപിൽ ഭയപ്പെട്ട് ഓടി ഒളിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വരവോടെ ഉദ്ധാനത്തിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാക്കുകയാണ്. ഈശോ തങ്ങളെ പഠിപ്പിച്ച മരണത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ദൈവശാസ്ത്രം പൂർണ്ണമായിട്ട് ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് ആവഹിച്ചപ്പോഴാണ്. പരിശുദ്ധാത്മാവ് ജ്ഞാനം നൽകുകയും പഴയ നിയമങ്ങൾ വിശദീകരിച്ച് നൽകുകയും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ലോകത്തെ രക്ഷിക്കാൻ മിശിഹായിലൂടെ, പുത്രനിലൂടെ ദൈവം ഈ ലോകത്തെ രക്ഷിക്കാൻ തീരുമാനിച്ചുവെന്നും അങ്ങനെ മരണത്തെ തോൽപ്പിച്ച്, അന്ധകാരത്തെ തോൽപ്പിച്ച്, നിരാശയെ തോൽപ്പിച്ച് ഒരു പുതുജീവൻ കൊടുക്കാൻ ഇതാ ദൈവത്തിൻ്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വചനം മാംസം ധരിച്ച് ആ മാംസം ഗാഗുൽത്താ മലയിൽ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് തൻ്റെ നെഞ്ചു കുത്തി തുറന്ന് രക്തവും വെള്ളവും കൊടുത്ത് മോചനം നൽകുകയും മൂന്നാം ദിവസം മരണത്തെയും തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന ആ വലിയ ദൈവീകമായ വെളിപാട് പൂർണ്ണമായ അർത്ഥത്തിൽ ശിഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടത് തങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോഴാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരവോടെയാണ് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അനുഭവം അവർക്കത് അനുഭവവേദ്യമായത്. ഓരോ ക്രിസ്ത്യാനിയും ഇന്ന് ആഗ്രഹിക്കേണ്ടത് ഉദ്ധിതനായ ക്രിസ്തുവിനെ തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ടുമുട്ടുവാനാണ്. ആ ഒരു കണ്ടുമുട്ടലാണ് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നത്.
ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ച സുന്ദർ സിംഗ് എന്ന് പറയുന്ന പഞ്ചാബി യേശുവിന് വേണ്ടി സാധു സുന്ദർ സിംഗായി മാറിയത് തൻ്റെ ജീവിതത്തിലേക്ക് ഉദ്യതനായ ക്രിസ്തു കടന്നു വരികയും ക്രിസ്തുവിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ ജ്ഞാനം അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോഴാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഈസ്റ്റർ ദിവസം യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ പതിയണമെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉദ്യതനായ ക്രിസ്തുവിനെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കണം. പുതിയ നിയമത്തിൽ ഉദ്യതനായ ക്രിസ്തുവിന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിന് ഒന്ന് രണ്ട് തെളിവുകൾ നൽകുന്നുണ്ട്. ആ തെളിവുകളെക്കുറിച്ച് നമുക്ക് അല്പനേരം ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തെ തെളിവ്, സുവിശേഷങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ശൂന്യമായ കല്ലറയാണ്. യേശുക്രിസ്തു കുരിശിൽ തൂങ്ങി കൊല്ലപ്പെടുകയും അവനെ കല്ലറയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. തൻ്റെ പ്രിയങ്കരനായ, തന്നെ സ്നേഹിക്കുന്ന മഗ്ദലേന മറിയവും മറ്റു സ്ത്രീകളും ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ആ കല്ലറയ്ക്കങ്കരി അരികിലേക്ക് ഓടിച്ചെന്നപ്പോൾ കാണാൻ സാധിക്കുന്നത് ശൂന്യമായ കല്ലറയാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശൂന്യമായ കല്ലറയെ അവതരിപ്പിക്കുമ്പോൾ തന്നെ പറയുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ. യഹൂദരുടെ ആദ്യ ദിവസം ഞായറാഴ്ചയാണ്. അതിരാവിലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാ അന്ധകാരം പതുക്കെ 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 ഈ ലോകത്ത് നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. പ്രകാശം പതുക്കെ പതുക്കെ ഈ ലോകത്തിലേക്ക് വരുന്നു. മരണത്തിൻ്റെ മേലുള്ള ജീവൻ്റെ പ്രകാശമായ യേശുവിൻ്റെ വിജയത്തെയാണ് അതിരാവിലെയുള്ള ആ നിർവചനം കൊണ്ട് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. മഗ്ദലേന മറിയവും യോവാനയും യാക്കോബിൻ്റെ അമ്മയായ മറിയവുമാണ് അവിടെ ഓടിച്ചെല്ലുന്നത്. അവർ കാണുന്നത് കല്ലറയുടെ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. ശൂന്യമായ കല്ലറ. മഗ്ദലേന മറിയം യേശുക്രിസ്തു മരിച്ചപ്പോൾ കുരിശിൻ്റെ ചുവട്ടിൽ അതിന് സാക്ഷിയാണ്. യേശുവിനെ അടക്കം ചെയ്തപ്പോഴും അതിന് സാക്ഷിയാണ്. ഇത് അതിരാവിലെ ശൂന്യമായ കല്ലറയ്ക്കും മഗ്ദലേന മറിയം സാക്ഷിയാണ്. ഇവരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ട 2 പേർ, ലൂക്കായുടെ സുവിശേഷം അവതരിപ്പിക്കുന്ന ആ 2 പേർ മഗ്ദലേന മറിയത്തെയും മറ്റ് സ്ത്രീകളെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ എന്തിന് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു? ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ എന്തിന് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു? ചരിത്രത്തിൽ ആദ്യമായി മരണമടഞ്ഞവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വലിയ പ്രഖ്യാപനമാണ് അവിടെ നടന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ ഈശോ നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ടിരിക്കുന്നു, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട, ദൈവത്തെ സ്തുതിക്കേണ്ട ഒരു സുദിനമാണ് ഇന്ന് ആഗതമായിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 8 വരെ യേശുവിൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് വിവരിക്കുന്ന സ്ഥലത്തും ശൂന്യമായ കല്ലറയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ശൂന്യമായ കല്ലറ എന്നതിനേക്കാൾ തുറക്കപ്പെട്ട കല്ലറയാണ് നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്നത്. തുറക്കപ്പെട്ട കല്ലറ. യേശുവിനെ കണ്ടുമുട്ടണമെങ്കിൽ ഒരു തുറക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. നമ്മുടെ മനസ്സിന്, നമ്മുടെ ഹൃദയത്തിന്
നമ്മുടെ ജീവിതത്തിന് യേശുക്രിസ്തുവിലേക്കൊരു തുറക്കപ്പെടൽ ആവശ്യമാണ്. അവിടെ ഇരിക്കുന്ന തുറക്കപ്പെട്ട കല്ലറയിൽ ഇരിക്കുന്ന ഒരു യുവാവ് മഗ്ദലേന മറിയത്തിനോടും മറ്റുള്ളവരോടും പറയുകയാണ്, ഹീ ഈസ് നോ മോർ ഹിയർ. അവൻ ഇവിടെ ഇല്ല. സാധാരണ മരിച്ചവരുടെ കല്ലറകളിൽ എഴുതി വയ്ക്കുന്ന നമുക്കറിയാം, ഹിയർ ലൈസ് സോ ആൻഡ് സോ, ഇവിടെ ഇന്ന ആളെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കരികിൽ എത്തിയപ്പോൾ അവിടെ ലഭിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഹീ ഈസ് നോ മോർ ഹിയർ. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശൂന്യമായ കല്ലറയും തുറക്കപ്പെട്ട കല്ലറയും നമ്മുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുന്നത് കർത്താവായ യേശുക്രിസ്തു സത്യമായിട്ടും മരണത്തെ തോൽപ്പിച്ച് ജീവൻ നൽകുവാൻ, അത് സമൃദ്ധമായി നൽകുവാൻ അവൻ ഉയർത്തെഴുന്നേറ്റുവെന്നാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ തെളിവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷപ്പെടലാണ്. ശൂന്യമായ കല്ലറയോടെ സുവിശേഷം തീരുന്നില്ല. അത് തുടരുന്നത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്കും തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടിയാണ്. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു. വിശുദ്ധ ലിഖിതങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടതുപോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. തീർന്നില്ല, അവൻ കേപ്പയ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷപ്പെട്ടു. പൗലോസ്ലീഹ നൽകുന്ന സാക്ഷ്യമാണ്, ഉദ്ധിതനായ ക്രിസ്തു വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ പത്രോസിനും ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശുദ്ധ പൗലോസ് നമ്മെ സാക്ഷ്യപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉദ്ധിതനായ ക്രിസ്തു മറിയം മഗ്ദലേനയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. യോഹന്നാൻ 20-ാം അധ്യായം 11 മുതൽ 18 വരെ. മഗ്ദലേന മറിയത്തിന് യേശുവിനോടുള്ള സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആഴം, ആ വലിയ ആഴമാണ് മറിയത്തെ അതിരാവിലെ തന്നെ യേശുവിൻ്റെ കല്ലറയ്ക്കരികിലേക്ക് കൊണ്ടുവന്നതും ഈശോ മറിയത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് മറിയം എന്ന് പേര് ചൊല്ലി വിളിക്കുകയും ആ വിളി കേട്ട മാത്രയിൽ ഉദ്ധിതനായ ക്രിസ്തുവിനെ റബ്ബോനി എന്ന് വിളിച്ച് തിരിച്ചറിയുകയും ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ഏറ്റവും വലിയ തെളിവായി ആ സ്നേഹത്തിൻ്റെ മുൻപിൽ മരണത്തെ തോൽപ്പിച്ച കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഴത്തിലുള്ള വിശ്വാസവും ആഴമായ ദൈവിക സ്നേഹവും ഉണ്ടെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സത്യമായിട്ടും നമ്മുടെ ഓരോരുത്തരുടെ മുൻപിലും, നമ്മുടെ കുടുംബത്തിൻ്റെ മുൻപിലും, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ മുൻപിലും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീക്ഷ്ണമായ ആഗ്രഹവും ആഴമായ വിശ്വാസവും ആഴത്തിലുള്ള പ്രാർത്ഥനയും ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനുള്ള നമ്മുടെ ആത്മാവിൻ്റെ ഉൾവിളിയും ഉദ്ധിതനായ ക്രിസ്തുവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായി കണ്ടുമുട്ടുവാൻ ഇടയാകും. ഈ ഉയർപ്പ് സുദിനത്തിൽ ഉദ്ധിതനായ ക്രിസ്തുവിനെ അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും അനുഭവവേദ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാത്ത ക്രിസ്ത്യാനിക്ക്
ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ സാധിക്കില്ല. ഈ ഉയർപ്പ് സുദിനത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിലേക്ക് വരട്ടെ. ആത്മാവിൻ്റെ ശക്തിയാൽ ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ പത്രോസിനെ പോലെ നാനാജാതി മതസ്ഥരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പ്രഘോഷിച്ചില്ലേ, കർത്താവ് യേശു ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉയർപ്പ് ഞായറാഴ്ച നമ്മുടെ ഹൃദയവും കണ്ണുകളും ദൈവത്തിങ്കിലേക്ക് നമുക്ക് ഉയർത്താം. ഉദ്ധിതനായ ഈശോയെ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് ഈശോയെ, അങ്ങയുടെ രക്ഷ ഞങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ അസ്വസ്ഥതകളിൽ നിന്ന്, ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ മോചിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് ആധുനിക ലോകത്ത് സഭ നേരിടുന്ന വെല്ലുവിളികൾ, പൗരോഹിത്യം നേരിടുന്ന വെല്ലുവിളികൾ, സമർപ്പിത ജീവിതം നേരിടുന്ന വെല്ലുവിളികൾ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ശക്തിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവയെല്ലാം അതിജീവിക്കാനുള്ള ശക്തിയും ആത്മീയ ബലവും നമുക്ക് ഇവർക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഉയർപ്പ് ഞായറാഴ്ച നിങ്ങൾക്കെല്ലാവർക്കും ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ഉദ്ധാന തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടു കൂടി നേരുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.